ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതുപോലൊരു നല്ല അടിപൊളിയായിട്ടുള്ള ബോ ആണ് കേട്ടോ. അപ്പോൾ ആ ബോ ഉണ്ടാക്കിയെടുക്കുന്നത് അലിഗേറ്റർ ക്ലിപ്പിലാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു ബോർഡ് ഷേപ്പിലുള്ള പേപ്പർ കട്ടിങ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും ബീഡ്സും അതേപോലെ തന്നെ സ്റ്റോണും അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കത് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ എടുക്കുന്നത് ഇതുപോലത്തെ ഫെൽറ്റ് ഷീറ്റാണ്. നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ വൈറ്റ് കളറിലുള്ള നമ്മുടെ 2 ബീഡ്സ് ആണ്. ഒന്ന് സ്മാൾ സൈസിലുള്ളതും പിന്നെ ഒന്ന് ഒരു മീഡിയം സൈസിലുള്ളതുമാണ്. ചെറുത് വളരെ തിന്നും അതേപോലെ തന്നെ കുറച്ച് ലെങ്ത് കുറവാണ്. പക്ഷേ മറ്റേത് കണ്ടില്ലേ, ഒന്നുകൂടി നല്ല വണ്ണത്തിലുള്ളുണ്ട്. അപ്പോൾ അങ്ങനത്തെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റോൺ ചെയിനും എടുത്തിട്ടുണ്ട് കേട്ടോ. സിൽവർ കളറിലുള്ള സ്റ്റോൺ ചെയിനാണ് എടുത്തിട്ടുള്ളത്. അതും ഒരു സ്മാൾ സൈസിലുള്ള ഒരു ചെയിനാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ചെറിയൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പേൾ എടുത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ടൈം തന്നെയാണ് ഈ വീഡിയോ ഈ ബോ ഉണ്ടാക്കുന്നത്. അപ്പം തന്നെ വീഡിയോ എടുക്കുകയാണ്. അപ്പം മുന്നേ ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്തൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് പേൾസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുപോലെ ഒരു ഐപ്പിന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഐപ്പിന്ന് എൻ്റെ അടുത്ത് കേട് വന്നിട്ടുണ്ട്, കുറച്ച് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നല്ലത് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബോർഡ് വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പും എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിലേക്ക് കറക്റ്റ് ആ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന പോലത്തെ അലിഗേറ്റർ ക്ലിപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കത്രിക വേണം. പിന്നെ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ വേണം. പിന്നെ ഈ 8000 പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് B7000 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗ്ലൂവും ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കുറച്ച് ഷുഗർ എന്താ പറയുക ബീഡ്സും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൈലോൺ ത്രെഡാണ് കേട്ടോ. അത് വളരെ തിന്നായിട്ടുള്ള നൈലോൺ ത്രെഡാണ്. നമ്മൾ ഈ ഈര എന്നൊക്കെ പറയില്ലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ പറയുക, ഈര എന്നാണ്. അപ്പോൾ അതും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് സൂചിയിലൊന്ന് ഒരു മടക്കായിട്ട് തന്നെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഫെൽറ്റ് ഷീറ്റിൽ ഈ പേപ്പർ കട്ടിങ് വെച്ചിട്ട് നമ്മളതിനെ വരച്ചെടുക്കുകയാണ് കേട്ടോ. ഔട്ട്ലൈന് വരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ ഗ്ലാസ് മാർക്കർ ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ആ പെൻസിൽ, അപ്പോൾ ആ വൈറ്റ് കളറിൽ വരുന്ന ആ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഷീറ്റിലൊന്ന് വരച്ചെടുക്കുന്നത്. വൈറ്റ് ഷീറ്റിൽ വൈറ്റ് കൊണ്ട് വരച്ചാൽ കാണുമോ എന്ന് സംശയം ഉണ്ടാവും, പക്ഷെ കാണും കേട്ടോ. ഇത് കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറാണ് പെൻസിൽ. അപ്പോൾ എന്തായാലും ഇത് കാണും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അമർത്തി ഒന്ന് വരച്ചു കൊടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് നമുക്ക് കാണാനുണ്ട്. ഇനി ബാക്കി വരുന്ന സെൻറ്റർ ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തുക. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ഫ്രീ ഹാൻഡായിട്ട് ചെയ്താലും മതി. നിങ്ങൾക്കിത് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇല്ലാത്തവർ കറക്റ്റ് ആ ഷേപ്പ് വരില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേപ്പർ കട്ടിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ബാക്കി ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഔട്ട്ലൈനിൽ കൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഈ ഔട്ട്ലൈനിൽ കൂടെ നമ്മുടെ ഈ 8000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്റ്റോൺ ചെയിൻ നമ്മൾ അവിടെ ഫിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ ഈ കറക്റ്റ് എല്ലാ ഷേപ്പിലും നമ്മൾ ഏതൊക്കെയാണോ വരച്ചെടുത്തിട്ടുള്ള ആ വരച്ച ഭാഗങ്ങളിലൊക്കെ നമ്മളിത് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. അതേപോലെ ആ ഷേപ്പിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ ഇതുപോലെ ഞാൻ ഫസ്റ്റ് ആ റൗണ്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മുടെ ചെയിന് ഫസ്റ്റ് എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊരു സെൻറ്റർ ഭാഗത്ത് നിന്നായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പതിയെ നല്ല ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. നല്ല വളവോ തിരിവോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടണം. എന്നാലാണ് ഇത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുക.
അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് പശയൊക്കെ അവിടെ ഇവിടെ ഒന്നും ആവാണ്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ചെയ്യുക. പിന്നെ എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് ആ ഭാഗം എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് സിസേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഇതിനെ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഒരെണ്ണം കൂടിയും കുറച്ചൊന്ന് അധികമായിട്ട് വന്നു. അപ്പം ഞാൻ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അതിന് നന്നായിട്ട് കറക്റ്റ് ചെയ്ത് ആ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ വളവൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളതിനെ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള എല്ലാ ഷേപ്പിലും കണ്ടില്ലേ, നമ്മൾ ആ വരച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തും ഈ ഒരു ചെയിൻ സ്റ്റോണ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇപ്പോൾ എല്ലാ ഭാഗത്തും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്കത് കിട്ടുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇനി നമ്മളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്നത്. പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തുന്നി പിടിപ്പിക്കണമെങ്കിൽ തുന്നി പിടിപ്പിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മീഡിയം സൈസിലുള്ള വൈറ്റ് പേള് ഒന്ന് അതിൻ്റെ സൈഡ് കൂടെ ഫസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റ് പേള് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് തുന്നിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, നമ്മുടെ നൈലോൺ ത്രെഡ് കൊണ്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പം അത്യാവശ്യം ഒരു കുറച്ച് ലെങ്ത്ത് മതി. ഇത് കുറേ വർക്കൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് കുറച്ച് മതി കേട്ടോ. അപ്പോൾ അതായിരിക്കും നമുക്കിത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കെട്ടായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത് കുറച്ച് നൂലെടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഈ റൗണ്ട് ഷേപ്പിലാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിന് ഞാനിതാ നമ്മുടെ മീഡിയം സൈസിലുള്ള ആ ഒരു വൈറ്റ് പേള് ഇതുപോലെ ഒന്ന് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യില്ലേ, അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യില്ലേ, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ തുന്നി പിടിപ്പിക്കണം എന്നൊന്നുമില്ല. ആ റൗണ്ട് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ അതിൻ്റെ മുകൾ വശത്തായിട്ട് കുറച്ച് ഇതിനും സ്മാൾ സൈസിലുള്ള വൈറ്റ് പേൾസും അതേപോലെ തന്നെ ഷുഗർ ബീഡ്സും പിന്നെ നമ്മൾ പിന്നെ എടുത്തിട്ടുള്ളത് 2 ബീഡ്സും ആണ്. അതൊക്കെ വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക 3 മുത്തുകളും എടുത്തിട്ടുണ്ട്. അതായത് 2 ബീഡ്സും എടുത്തിട്ടുണ്ട്, പിന്നെ ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സ്മാൾ സൈസിലുള്ള പേളിൻ്റെ മുത്തും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ റൗണ്ട് നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പ് മൊത്തം ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് തുന്നിയെടുത്തു. പിന്നെ സെൻറ്റർ ഭാഗത്ത് ഇതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, അതായത് പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നിന്നോട്ടെ, കുഴപ്പമില്ല, അതാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് ആ ഒരു നമ്മുടെ ഈ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ ചെറിയ ഗ്യാപ്പൊക്കെ ഒന്ന് പോവാനായിട്ട് ആ ഷുഗർ ബീഡ്സ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയത് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുത്താലും പെട്ടെന്ന് അത് ഉള്ളിലോട്ട് പോകുന്നുണ്ട്, ആ ഗ്യാപ്പ് ഉള്ളിലോട്ട് ഫില്ല് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കാര്യമില്ല, നമുക്ക് അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. അതായത് നമുക്കത് നോക്കുമ്പോൾ തന്നെ ഇതൊക്കെ അതിലുണ്ട് എന്ന് നമുക്ക് തോന്നണം. അപ്പോഴാണ് അത് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ റൗണ്ട് ഷേപ്പിൽ മാത്രമാണ് ആ ഒരു ഷുഗർ ബീഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ തുന്നിയെടുക്കുകയാണ്. ആ ഗ്യാപ്പിലൊക്കെ തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കെട്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരിയെടുക്കാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ആ ഗ്യാപ്പ് മൊത്തം നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്മാൾ സൈസിലുള്ള നമ്മുടെ ഇതുണ്ടല്ലോ പേൾ ബീഡ്, അത് നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പം എങ്ങനെയാണോ നമ്മൾ ഈ ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുന്നത് അതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പം ഞാൻ അതൊക്കെ ഫുള്ള് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമുക്ക് നമ്മുടെ എന്ത് മുത്താണോ ഇതിന് മാച്ചായിട്ടുള്ളത് എന്ത് മുത്താണോ അതൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ അതൊക്കെ ഉള്ളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നിൽക്കുന്നില്ല.
അപ്പം ഞാൻ എന്ത് ചെയ്തു, അതവിടെ ആ ചെയ്യൽ ഞാൻ അവിടെ നിർത്തിയിട്ടോ. കണ്ടോ, അത് ഉള്ളിലോട്ടാണ് പോകുന്നത്, ഇങ്ങനെ പൊന്തി നിൽക്കുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്മാൾ സൈസിലുള്ള ആ വൈറ്റ് പേളാണ് ഞാൻ പിന്നെ വെച്ച് കൊടുത്തത്. അപ്പോൾ അത് വെച്ചപ്പോഴാണ് ഒന്നുകൂടി കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നത്. കാരണം ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കാണാനായിട്ട് ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഞാനിപ്പോൾ മറ്റേ 2 ബീഡ്സൊക്കെ വെച്ച് കൊടുത്തു, പക്ഷെ ഒന്നും തന്നെ അവിടെ കാണാനില്ല, ഒക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പോയി. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇനി അടുത്തതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബീഡ്സാണ് കേട്ടോ, സ്മാൾ സൈസിലുള്ള ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പം ഇപ്പുറത്തെ സൈഡിലും ഞാൻ അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അവിടെ ഇവിടെയും വീണ്ടും ഞാൻ ആ ഒരു വലിയ സൈസിലുള്ള എന്താ പറയുക ബീഡ്സ് തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. ഒന്ന് ഇടവിട്ടിട്ട് അതിനുശേഷം ബാക്കി വരുന്ന ഗ്യാപ്പിലൊക്കെ ഞാൻ സ്മാൾ സൈസിലുള്ള നമ്മുടെ വൈറ്റ് പേൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് അറിയാനായിട്ട് പറ്റുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് തോന്നുമ്പോൾ അറിയുമെന്നറിയില്ല, നമുക്കിത് ഫുള്ള് ചെയ്തതിന് ശേഷം കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ശരിക്കും ഒരു അടിപൊളി ക്ലിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇതിലില്ല. പിന്നെ ലാസ്റ്റ് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നു, നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൽ വെച്ച് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പക്ഷെ കാണാനായിട്ട് ഇത് വെച്ച് കഴിഞ്ഞപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളും ഇതേപോലെ ഒന്ന് ജസ്റ്റ് വേണ്ട ഒരു റൗണ്ട് ഷേപ്പിലെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് ചെയ്തതിന് ശേഷം എന്താ പറയുക, ഒന്ന് തലയിലൊന്ന് വെച്ച് നോക്കി നോക്കൂ, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഇപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് എന്താണ് ഞാൻ അടിയിൽ ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഭാഗം കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ. അപ്പം ഇനി അടിവശത്ത് നമ്മുടെ ഒരു റിബണൊക്കെ വരുമല്ലോ, അതായത് ജസ്റ്റ് ഒന്ന് തൂങ്ങിക്കിടക്കുന്ന ഭാഗം ഉണ്ടാവും. ആ ഭാഗത്ത് ഞാൻ ഇതുപോലെ ഇടവിട്ടിട്ട് നമ്മുടെ ഒരു 3 മുത്ത് കേട്ടോ അത്ര വെച്ച് കൊടുത്തിട്ടുള്ളൂ. ആ വലിയ സൈസിലുള്ള, അതായത് മീഡിയം സൈസിലുള്ള പേൾ ബീഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കെട്ടിട്ടിട്ട് എങ്ങനെ അത് അടിയിൽ നല്ല പോലെ കെട്ടിട്ടിട്ട് വേണം ഇത് നിർത്താനായിട്ട്. പിന്നെ നമ്മുടെ സിസർ ലൈറ്ററൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഉരുക്കിയിട്ടൊക്കെ വെക്കാം, അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 3 എണ്ണമാണ് താഴത്തെ വശത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു ഏകദേശം ചെറിയ സൈസ് പറഞ്ഞാൽ സാധാരണ ഒരു സൈസിലുള്ളതാണ് ഞാൻ ഈ ചെയ്തെടുത്തിട്ടുള്ളത്, വരച്ചെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി വലുത് വേണം, ബാക്കിലൊക്കെ സെൻറ്റർ ക്ലിപ്പായിട്ട് വെക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ നമുക്കിത് മറ്റേ അലിഗേറ്റർ ക്ലിപ്പ് അല്ലാതെ സെൻറ്റർ ക്ലിപ്പ് ഉണ്ടല്ലോ, എല്ലാവരും വലിയവരൊക്കെ യൂസ് ചെയ്യുന്ന ക്ലിപ്പ്, അതിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഇനി ഞാൻ ഈ ബാക്കി വരുന്ന ഗ്യാപ്പിലൊക്കെ നമ്മുടെ ഫാബ്രിക് ഗ്ലൂ തേച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ആ സ്മാൾ സൈസിലുള്ള 2 ബീഡ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ആ ഭാഗമൊക്കെ ഫില്ലായി കിട്ടും. ഇനിയിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ തുന്നി പിടിപ്പിക്കാം കേട്ടോ, പക്ഷെ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാക്കറ്റിന് 10 രൂപയായിട്ടാട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അതിലോട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തുക കേട്ടോ. അപ്പോൾ അമർത്തി കഴിഞ്ഞാൽ ആ ഇടയിൽ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ അത് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കത് ചെയ്യാനും പറ്റുള്ളൂ. കാരണം ഇതിപ്പോൾ ഒരു പതിഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്, പക്ഷെ നമ്മൾ നേരെ മുകളിൽ കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചെന്നറിയോ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആ ഒരു ചെറിയ പേൾ ബീഡ് ഇതിൻ്റെ അകത്തും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഏകദേശം ഉണങ്ങി എന്ന് തോന്നിയപ്പോഴാണ് ഞാനത് ചെയ്തു കൊടുത്തത്. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം തുന്നി പിടിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതിനുശേഷം
തുന്നി പിടിപ്പിച്ചിട്ടില്ല കേട്ടോ, സോറി. അതെന്താ അറിയോ, ഞാൻ നേരത്തെ വീഡിയോ എടുത്തതുകൊണ്ട് എനിക്ക് ഒരു സംശയം വന്നു, അതുകൊണ്ടാണ്. ഇല്ല, അത് ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം മാത്രമല്ലേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാ ബാക്കി വരുന്ന ഭാഗമൊക്കെ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല നീറ്റായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും, കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ ഇതുപോലെ കറക്റ്റ് അതിൻ്റെ ഓരത്തു കൂടെ തന്നെ നമുക്ക് അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതേപോലെ ഫുള്ളും ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ലൈറ്റർ ഉണ്ടെങ്കിൽ അത് ആ ഓരത്തു കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ആ പൊന്തി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ഉരുകി കിട്ടും കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ ഷീറ്റ് നമ്മളിങ്ങനെ എന്താ പറയുക, ഉരുക്കി കഴിഞ്ഞാൽ, അതായത് ചൂടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉരുകി വരും, കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയും കൂടിയും പറ്റും. മറ്റത് സാധാരണ തുണിയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ കരിഞ്ഞു പോകണം, അങ്ങനെയൊക്കെയല്ലേ വരിക. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ വരിക, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ നമ്മുടെ ഫുള്ളും ഇതേപോലെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ കട്ട് ചെയ്യാം, നമ്മുടെ മുകൾ വശത്തെ മുത്തുകൾ കൂടെയൊക്കെ ഒന്നും ആവാണ്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിതാ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഈ ഒരു മുകൾ വശത്തൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് നമുക്ക് ഫുള്ള് കട്ട് ചെയ്തെടുക്കണം, ആ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതിന് ഈ പേപ്പറൊക്കെ കട്ട് ചെയ്യുന്ന ഈ ഒരു ടൂളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ അടർന്ന് പോന്ന് കിട്ടും. ആ ഭാഗത്ത് കുറച്ച് കട്ടി കുറവായതുകൊണ്ടേ ഒരു എന്താ പറയുക, പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയില്ല. ഇനി ബാക്കി ഭാഗം നമുക്ക് ഒരു ഭാഗം ഇങ്ങനെ കീറി കിട്ടിയെന്ന് കണ്ടാൽ കത്രിക വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ നമുക്കതൊന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ, പറ്റും. അപ്പം ഞാൻ ബാക്കി വരുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് കത്രിക കൊണ്ട് കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ ഇപ്പുറത്തെ സൈഡും അതേപോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ സിസർ ലൈറ്റർ വെച്ചിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് അതാക്കിയപ്പോൾ അത് ഉരുകിയിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് വന്നു. ബാക്ക് ഭാഗം കുറച്ചൊന്ന് ഉരുകി പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. കാരണം അവിടെ നമ്മുടെ ആ ഒരു ഇതാണല്ലോ ഉള്ളത്, സ്റ്റോൺ ചെയിൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതാ നല്ല രീതിയിൽ നമുക്കത് ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതിലും നല്ല ബെറ്ററാണ് നമ്മുടെ ചന്ദനത്തിരിയോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കുന്നത്, അങ്ങനെ ആയാലും മതി കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് എന്താ പറയുക, ഇങ്ങനെ ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ചില ഭാഗത്തൊക്കെ പൊന്തി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ സൈഡ് കൂടി നമുക്കിതൊന്നിനൊന്ന് ഉരുക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാട്ടോ ചെയ്യുക, കണ്ടില്ലേ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം നൂലൊന്നും പിന്നെ പൊന്തിപ്പോരുകയോ അങ്ങനെ ഒന്നും ചെയ്യൂല. കണ്ടോ, ഇതിപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ? നമുക്കിതിന് പല ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ വേറൊരു ഷേപ്പിലുള്ള വേറൊരു മെത്തേഡായിട്ട് ഞാൻ കാണിച്ചു തരാം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ടൈമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാത്തത്, കുറേ വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ആ മുകൾ വശത്ത് വെച്ച് കൊടുത്ത പോലെ തന്നെ നമ്മൾ താഴ്വശത്തും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓരോ മുത്തുകൾ വെച്ചിട്ട് നമുക്ക് അതിന് ശേഷം കണ്ടു നോക്കാം. അപ്പോൾ ഇത് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്കത് സൂചി കൊണ്ട് കുത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം അലിഗേറ്റർ ക്ലിപ്പ് ഇതുപോലെ ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡിയായി കിട്ടും.
എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഏത് മോഡലിൽ വേണമെങ്കിലും മുടി സ്റ്റൈൽ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഞാൻ മറ്റേ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് വെക്കുന്നത് കാണിച്ചു തന്നില്ല കേട്ടോ. കാണിച്ചു തന്നില്ല എന്ന് വെച്ചാൽ അത് ഈ ഭാഗത്തേക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ജസ്റ്റ് ഒന്ന് ആ ഗ്ലൂ ഗണ്ണ് ചൂടാക്കി അവിടെ തേച്ച് കൊടുത്തു, ആ ഒരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുത്തു, അത്രേ ഉള്ളൂ. കണ്ടില്ലേ നമ്മുടെ ക്ലിപ്പ് നോക്കൂ, എന്തൊരു ഭംഗിയാണ് കാണാൻ, അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഏതെങ്കിലും രീതിയിലാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ. ചെയ്തതിന് ശേഷം ആ ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചു തരൂ കേട്ടോ. അപ്പോൾ കാണാമല്ലോ നിങ്ങളും ചെയ്തത് എങ്ങനെയുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി, ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ക്ലിപ്പാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.